നമസ്കാരം. ഇൻറ്റീരിയർ ഡിസൈൻ മാസ്റ്ററി കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡെമോ സെഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ്, ഈ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം ഈ ഒരു ഡെമോ സെഷൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. 3 മാസത്തെ ഓൺലൈൻ കോഴ്സാണ് ഇൻറ്റീരിയർ ഡിസൈൻ മാസ്റ്ററി കോഴ്സ്. 0 ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് അഡ്വാൻസ് ലെവൽ വരെയുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഫീൽഡിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്ന ഒരു കോഴ്സായിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. 2 മാസത്തെ ക്ലാസ്സും 1 മാസത്തെ പ്രൊജക്റ്റ് പീരീഡുമാണ്. അങ്ങനെ 3 മാസമാണ് കോഴ്സിന് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. 2 മാസം നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള തിയറീസും അതിൻ്റെ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങുമാണ് നൽകുക. അവസാനത്തെ 1 മാസം റിയൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് അതിൽ പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മാസം നിങ്ങൾക്ക് ക്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 1 ഇയറോളം നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബാച്ചുകൾ നിങ്ങൾക്കൊരു 3 ബാച്ചോളം നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ 1 വർഷത്തോളം നിങ്ങൾക്ക് ക്ലാസ് ആക്സസ് ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മൾ നൽകുന്നുണ്ട്. ദിവസവും 1 മണിക്കൂറാണ് ക്ലാസ്സിൻ്റെ ടൈമിംഗ് ഉണ്ടാവുക. നിങ്ങളുടെ ഫ്രീ ടൈമിൽ വർക്ക് ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഓഫീസിലെ വർക്ക് കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് ആണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ദിവസവും 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക. ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ റെക്കോർഡഡ് പ്ലസ് ലൈവ് ഡൗട്ട് സപ്പോർട്ടാണ്. രാവിലെ ഉള്ള ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷനായിട്ട് ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴാണോ ക്ലാസ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് സപ്പോർട്ട് ലൈവായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സർട്ടിഫിക്കേഷൻസ് വരുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ വാല്യുവേഷൻ്റെ ബേസിസിലായിരിക്കും. ഈ ഒരു പ്രൊജക്റ്റിലെ അവസാനത്തെ 1 മാസം, ഈ ഒരു കോഴ്സിൽ അവസാനത്തെ 1 മാസം നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. ആ ഒരു പ്രൊജക്റ്റ് കൃത്യമായിട്ട് വാല്യുവേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. 3ds Max, വിറേ, കൊറോണ, ഓട്ടോക്യാഡ്, ഫോട്ടോഷോപ്പ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. അത് വളരെ നല്ല ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. 10ാം ക്ലാസ്സോ +2ഓ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു കോഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, കയ്യിൽ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് കൂടുതൽ സ്പെക്കുള്ള കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്കിലും മിനിമം i3 പ്രോസസ്സർ, 2GB ഗ്രാഫിക്സ്, 8GB റാം ഉള്ള കമ്പ്യൂട്ടറെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ ആ ഒരു കമ്പ്യൂട്ടറിൽ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഒരു കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചർ വരുന്നത് 4,999 രൂപയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണ്. നമ്മൾ കോഴ്സ് കണ്ടന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ 40,000 രൂപ മുതൽ 50,000 രൂപ വരെ ഫീസ് ഈടാക്കുന്ന തരത്തിലുള്ള കോഴ്സ് കണ്ടന്റും അതിൻ്റെ എക്സ്പെർട്ടൈസുമാണ് നിങ്ങൾക്ക് ഓൺലൈൻ സെഷനായിട്ട് 5,000 റുപ്പീസിന് താഴെ പഠിച്ചെടുക്കാൻ സാധിക്കുക. സോ ട്രെയിനർ നമുക്കൊന്ന് പരിചയപ്പെടാം. ക്ലാസ് ലീഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് എഞ്ചിനീയർ മുഹമ്മദ് റാഫി എന്നാണ്. ഞാനൊരു BTech സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. നിരവധി ആർക്കിടെക്റ്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ട്രെൻഡുകളെക്കുറിച്ച് നല്ലൊരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ അക്കാഡമിയാണ് സിവിൽ സ്കിൽസ് അക്കാഡമി. സിവിൽ സ്കിൽസ് അക്കാഡമിയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അക്കാഡമി ഒരു രജിസ്റ്റേർഡ് എഡ്യൂടെക് LLP കമ്പനിയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ LLP കമ്പനിയുടെ പേരിലാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് നൽകുന്നത്. 2023 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനി ഇന്നേക്ക് 3000-ലധികം സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. CAD, BIM, എസ്റ്റിമേഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ മേഖലകളിലാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ മൊഡ്യൂളുകളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇത് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്നും അറിയാത്ത ആൾ, ഈ ഫീൽഡിനെ കുറിച്ച് ബേസ് ഒന്നും അറിയാത്ത ആൾ, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ നോളജ്, മൗസ് ഏതാ, കീബോർഡ് ഏതാന്നുള്ള ആ ഒരു നോളജ് മാത്രം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓരോ മൊഡ്യൂളിലും നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് നിങ്ങളിപ്പോൾ ഉള്ള പ്രൊഫഷനിൽ നിന്നും ഒരു ഇൻറ്റീരിയർ ഡിസൈൻ പ്രൊഫഷനിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, തേർഡ് സ്റ്റെപ്പ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്ന ഒരു തിയററ്റിക് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. എന്താണ് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ, അയാൾ ചെയ്യുന്ന ജോലികൾ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ
ആ ഡിസൈനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസൈൻ എലമെൻസും പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ഒരു സ്പേസ് പ്ലാൻ ചെയ്യാന്നുള്ളത്. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്നുള്ളത്. ചുമ്മാ ഒരു ക്ലാസ് ആയിട്ട്, ഒരു ഡ്രൈ ക്ലാസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. നിങ്ങൾക്കിപ്പം കാര്യങ്ങൾ വിശദമാക്കി തരുന്ന ക്ലാസ്സുകൾ, തിയറി ക്ലാസ് ഫസ്റ്റിലുണ്ടാവും. എന്നാൽ അത് വെച്ച് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്കുകൾ, പലതരത്തിലുള്ള തീമുകളുണ്ട് നമുക്കറിയാം അല്ലേ. കണ്ടംപററി സ്റ്റൈൽ തീം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ കണ്ടംപററി സ്റ്റൈലാണെങ്കിൽ ആ ഒരു കണ്ടംപററി സ്റ്റൈലുള്ള ഒരു വീടിൻ്റെ വീഡിയോ കാണിച്ചിട്ട് അതിൽ എന്തൊക്കെ എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നു. അതിനുശേഷം ഒരു മോഡേൺ സ്റ്റൈലാണ് നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക, ഏതൊക്കെ കളർ പാറ്റേൺസ് ആണ് ആ ഒരു സ്റ്റൈലിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് മോഡേൺ സ്റ്റൈലിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇങ്ങനെ നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പം ഓരോ സ്റ്റൈലിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നത് തുടങ്ങി നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ഡ്രോ വരയ്ക്കണം എന്ന് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു സൈറ്റിൽ പോയിട്ട് ഒരു ബെഡ്റൂമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ സീനിൻ്റെയോ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ മെഷർമെൻറ്റുകൾ എടുക്കുന്നത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പിൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടെന്നുള്ള ക്ലാസ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അളവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി നമ്മുടെ 2D ലേഔട്ടുകൾ വരയ്ക്കുകയാണ്. ഈ 2D ലേഔട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്യാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, ഇതൊരു വാർഡ്രോബ് ആണെങ്കിൽ ആ വാർഡ്രോബിൻ്റെ സ്പേസ് എങ്ങനെയാണ്, ആ വാർഡ്രോബിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്, ഡിസൈൻ എങ്ങനെ ചെയ്തിരിക്കുന്നു, അതിൻ്റെ സ്പേസ് നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു, അതെന്തൊക്കെ മെറ്റീരിയൽ വെച്ച് പണിതിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓട്ടോക്യാഡിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ആവാൻ സാധിക്കുള്ളൂ. ഓട്ടോക്യാഡ് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനർ ആവാൻ കഴിയില്ല. നോക്കൂ, ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ബെഡിൻ്റെ ഹെഡ് ബോർഡിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ആ ഹെഡ് ബോർഡിലേക്ക് വരുമ്പോൾ ഓരോന്നിൻ്റെയും സൈസ് എത്ര കൊടുക്കണം, അത് എങ്ങനെയാണ് നൽകേണ്ടത്, എത്രയാണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത്, ഏതൊക്കെ മെറ്റീരിയലാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന് എത്രത്തോളം മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ആവാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ മൊഡ്യൂളിലേക്ക് വന്നാൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഇൻറ്റീരിയർ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചുമ്മാ വരച്ച് ഒരു ക്ലയൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിന് അതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ക്ലയൻറ്റിന് ഒരു കോൺട്രാക്ടർ ആവശ്യമുണ്ടാകും. അപ്പോൾ ആ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമുള്ളത് സ്പെസിഫിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇത് ഏത് മെറ്റീരിയലാണ്, ഇത് ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യണം, ഏത് കളർ ഉപയോഗിക്കണം, ഏത് ഷെയ്ഡ് ഉപയോഗിക്കണം, ഏത് ഷെയ്ഡ് കോഡ് ഉപയോഗിക്കണം എന്നുള്ളത്. ഈ കാര്യങ്ങൾ നമ്മുടെ കോഴ്സുകൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇൻറ്റീരിയർ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിൽ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഇൻറ്റീരിയറിൽ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ഏതാണ്, എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ഏതാണ്, ടെർമൈറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഏതാണ്, ബോർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, അങ്ങനെ സർഫസ് ഫിനിഷുകൾ ഏതൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ ബ്രാൻഡുകൾ അതിനു വേണ്ടി ഉപയോഗിക്കാം, ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു 6 മാസമെങ്കിലും നിങ്ങളൊരു ഇൻറ്റീരിയർ സ്ഥാപനത്തിൽ പോയി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കോഴ്സിലൂടെ നിങ്ങൾക്കൊരു മൊഡ്യൂളായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നാലാമത്തെ മൊഡ്യൂൾ കളർ തിയറി ആൻഡ് ആപ്ലിക്കേഷനാണ്. ഇൻറ്റീരിയർ ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കളർ തിയറി പഠിക്കുക എന്നുള്ളത്. ഓരോ മൂഡിനനുസരിച്ചിട്ട് ഏതൊക്കെ കളറുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ വർക്കിനും അല്ലെങ്കിൽ ഓരോ സ്റ്റൈലിനും ഏതൊക്കെ കളറുകളാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് 3D സോഫ്റ്റ്വെയർസ്. നമ്മൾ പഠിക്കുന്നത് 3ds Max സോഫ്റ്റ്വെയർ ആണ്. 3ds Max സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങളെ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ബെഡ്റൂം സീന് ചെയ്തിരിക്കുന്ന ഒരു 3ds Max സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ 1-2 പ്ലഗിനുകളുണ്ട്. അത്തരത്തിലുള്ള പ്ലഗിനുകളാണ് വിറേ, കൊറോണ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത്. അതായത് ഈ 3ds Maxൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 3D മോഡലുകളാണ്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് അയാളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 2D ഔട്ട്പുട്ടാക്കി നമുക്ക് റെൻഡർ ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഗിനുകളാണ് ഈ വിറയും കൊറോണയും ഒക്കെ. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു സീന് ഞാനൊന്ന് റെൻഡർ ചെയ്ത് കാണിക്കാം. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളൊന്ന് റെൻഡർ ചെയ്ത് കാണിക്കാം. സോ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ റെൻഡർ ഔട്ട്പുട്ട് ഒരു 2D ഇമേജസ് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആവശ്യമായിട്ടുള്ള സെറ്റിങ്സുകൾ, എസെൻഷ്യൽ ആയിട്ടുള്ള സെറ്റിങ്സുകൾ, മെറ്റീരിയൽസ് ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഔട്ട്പുട്ടിലേക്ക് ഇതിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ മാറ്റി വേറൊരു ഡിസൈനിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഡോട്ടുകൾ കാണാം. ഇതിനെ നോയ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കുറച്ചൊരു പെർഫെക്റ്റ്
ക്ലിയർ ആയിട്ടുള്ള പിക്ചറാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മുടെ ക്ലാസ്സിനകത്ത് കടന്നു പോകുന്നുണ്ട്. അതിന് ഒരുപാട് സമയം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു റെൻഡറിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി വിറയിൽ വരുന്ന വേറൊരു റെൻഡറിങ് ഞാൻ നിങ്ങളെ കാണിക്കും. ഇത് വിറയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമിൻ്റെ സീനാണ്. ഇതിൽ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊറോണയിൽ കണ്ടതിനേക്കാളും വേറൊരു ആംബിയൻസിലുള്ള ഒരു റെൻഡർ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇതാണ് വിറയുടെ ആ ഒരു റെൻഡർ ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. അതായത് റെൻഡർ ചെയ്യുന്ന ആ ഒരു വിൻഡോ ഉണ്ട്, അതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫീലിലായിരിക്കും ഈ ഒരു റെൻഡർ സീൻ വരിക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കാണാം. ഇതാണ് ഇതിൻ്റെ റെൻഡർ എഞ്ചിന്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ കസ്റ്റമർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യണോ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങൾ ഡെമോ കാണിക്കാൻ വേണ്ടി ഞാനൊരു 15 മിനിറ്റ് ഒരു മീഡിയം ടൈപ്പ് ക്വാളിറ്റിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സീന് കുറച്ചിങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പിക്സൽസ് ഒക്കെ ഇവിടെ ഇങ്ങനെ പൊട്ടിയതായിട്ടൊക്കെ കാണാം. അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫൈനൽ റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജസ് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ടൂളുകളും നിങ്ങൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ റെൻഡർ ചെയ്തിരിക്കുന്ന ഇമേജ് ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ റെൻഡർ ചെയ്തിരിക്കുന്ന ഇമേജ്. ഇതാണ് ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ബേസിക് എന്ന് പറയുന്ന ഭാഗത്ത് ഒരുപാട് ടൂളുകൾ കാണാം. അത് വെച്ചിട്ട് ഞാൻ ഈ റെൻഡർ സീനിൻ്റെ ആ ഒരു ആംബിയൻസ് ചേഞ്ച് ചെയ്യുന്നത് നോക്കൂ. അതേപോലെ ഇതിന് ലൈറ്റിൻ്റെ ഇഷ്യൂസ് പ്രശ്നമുണ്ടെങ്കിൽ ലൈറ്റ് ഇഷ്യൂസ് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ സാച്ചുറേഷൻ ലെവല് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ സീനിനെ ഒന്ന് ലൈറ്റിംഗ് എൻഹാൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ ഓക്കെ അടിച്ചുകൊണ്ട് ഈ ഒരു സീന് കുറച്ചുകൂടെ നല്ലൊരു റെൻഡർ സീനിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു.